ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നും എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ചധികം ടിപ്സും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ എങ്ങനെ തുരത്തി ഓടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൊതുകിനെ എങ്ങനെ തുരത്തി ഓടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകമാണ്. ഞാനിവിടെ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. അതായത് വലിയ ജീരകം, ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ജീരകമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വറുത്തെടുക്കണം. ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം അങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇടിക്കല്ലിലിട്ടിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജീരകം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4-5 വെളുത്തുള്ളി ഇതിലേക്ക് തൊലിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതുപോലത്തെ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ, അതായത് നമുക്ക് തിരി കത്തിച്ച് വെക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ചിരട്ടയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മൺപാത്രത്തിലോ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഒരു ജീരകത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഭയങ്കര ഇതായിരിക്കും കൊതുകിനൊക്കെ. അപ്പോൾ കൊതുകൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊതുക് ശല്യമൊക്കെ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ലോണം കൊതുക് ശല്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി നല്ലെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലൊന്ന് തിരി കത്തിച്ചെടുക്കുക. നമുക്ക് സന്ധ്യാസമയത്തൊക്കെ ഇതുപോലെ നമുക്ക് റൂമുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ കത്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ കൊതുക് ശല്യമൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉണക്കമീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എത്ര ക്ലീനാക്കി എടുത്താലും കിച്ചണൊക്കെ ഒരുപാട് ക്ലീനാക്കി നല്ല ഫ്രഷായിട്ട് കിച്ചണൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഉണക്കമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ ഒരു കിച്ചൺ ഫുള്ള് ആ ഒരു ഉണക്കമീനിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അതിനായിട്ട് ഞാനിവിടെ ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഉണക്കമീനാണ് എടുക്കുന്നത് അതെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്, വെള്ളമല്ല കേട്ടോ. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി സുർക്ക. അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണേ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കത് നല്ലോണം കഴുകി ക്ലീനാക്കി എടുക്കാവുന്നതാണ്. നല്ലോണം കഴുകിയിട്ട് പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബാഡ് സ്മെല്ല് വരില്ല. നമുക്ക് ഉണക്കമീൻ ധൈര്യമായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരിക്കലും ആ ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലായിരിക്കും, അത് ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വിനാഗിരി വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മീൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറുണ്ട്, ഫ്രീസറിൽ വെക്കാറുണ്ട്. പിറ്റേന്ന് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞത് എടുക്കുമ്പോഴേക്കും ആ ഒരു മീനിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ആ ഒരു മീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമ്മളൊരു മീനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മീൻ അധികം കഴുകിയെടുക്കരുത്. നമ്മൾ എടുത്തു വെക്കാനുള്ള മീൻ നല്ലോണം കഴുകാതെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നേരെ ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. പിന്നീട് നമ്മൾ എടുത്ത് നോക്കാൻ നല്ല ഫ്രഷായിട്ട് നമുക്ക് ആ ഒരു മീൻ കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനടുത്ത് ഞാനിപ്പോൾ ഒരു പഞ്ചസാര പാത്രം എടുത്തിട്ടുണ്ട്. പഞ്ചസാരയിൽ പെട്ടെന്ന് ഉറുമ്പൊക്കെ വന്ന് പെടാറുണ്ട്. അപ്പോൾ ആ ഒരു ഉറുമ്പിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളിപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉറുമ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം കുറയ്ക്കാനായിട്ട് പറ്റും. ഉറുമ്പ് പഞ്ചസാരയുള്ള പാത്രത്തിലേക്ക് വരികയില്ല കേട്ടോ.
ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ ഉപ്പാണ്. ഉപ്പ് കല്ലുപ്പൊക്കെ ഇതുപോലെ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഒരു കല്ലുപ്പ് ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് കാണാം. അതായത് ഒരു വെള്ളം മാതിരിയായിരിക്കും ഈ ഒരു കല്ലുപ്പ് ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഇതുപോലത്തെ ഒരു ചിരട്ട വെച്ച് കൊടുക്കാം. ചിരട്ടയുടെ ഒരു പീസ് കേട്ടോ. ചിരട്ടയുടെ പീസ് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കല്ലുപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്തായിരിക്കും ഇതുപോലെ പാല് പുറത്തേക്ക് പോവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തവിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പാല് പുറത്തേക്ക് പോകില്ല. ധൈര്യമായിട്ട് നമുക്ക് എന്ത് പണിക്ക് വേണമെങ്കിലും പോവാട്ടെ, എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വന്നത് താഴേക്ക് അങ്ങനെ പോകും. അപ്പോൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പാലൊക്കെ തിളച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്